നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബന്ധത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ്. അത് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ്. അപ്പോ എന്താണ് ഈ അത്ഭുതകരമായ ശക്തി? നമുക്ക് നോക്കാം. നിങ്ങളുടെ ബന്ധം അത് നിങ്ങളുടെ മാത്രം ഒരു സ്വകാര്യ കാര്യമാണോ? മിക്കവാറും നമ്മളൊക്കെ അങ്ങനെയാവും ചിന്തിക്കുന്നത്, അല്ലേ? പക്ഷെ ശരിക്കും അതങ്ങനെയാണോ? നമുക്ക് ആ ഒരു ചിന്തയൊന്ന് മാറ്റിമറിച്ചു നോക്കിയാലോ? കാരണം നിങ്ങളുടെ ബന്ധം അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മൾ ആരും ചിന്തിക്കാത്ത അത്രയും വലിയൊരു സ്വാധീനം അതിനുണ്ട്. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു ദമ്പതികൾ അവരറിയാതെ തന്നെ സൃഷ്ടിക്കുന്ന ഒരു അദൃശ്യമായ ഊർജത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തൽക്കാലത്തേക്ക് അതിനെ ഹ്യൂമൻ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ ഇലക്ട്രിസിറ്റി? ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ, ആ ബഹുമാനത്തിന്റെ, ആ വിശ്വാസത്തിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരുതരം ഭാരം, ഒരു നെഗറ്റീവ് ഫീൽ വരാറില്ലേ? അതേസമയം മറ്റു ചില വീടുകളിൽ എന്ത് സമാധാനമായിരിക്കും അല്ലേ? ഒരു പോസിറ്റീവ് വൈബ്. അത് തന്നെയാണ് ഈ ഹ്യൂമൻ ഇലക്ട്രിസിറ്റി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത തലമുറ ശ്വസിക്കുന്ന വായുവാണ് നിങ്ങളുണ്ടാക്കുന്ന ഈ ഒരു അന്തരീക്ഷം. ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവർ നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ടല്ല വളരുന്നത്, ഒരിക്കലുമല്ല. അവർ ശരിക്കും ഉൾക്കൊള്ളുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഊർജമാണ്. നിങ്ങൾ തമ്മിൽ ഐക്യത്തിലാണോ അതോ വഴക്കാണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ വാക്കുകളിൽ നിന്നല്ല, നിങ്ങൾക്കിടയിലെ ആ ഒരു വൈബിൽ നിന്നാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, ഇത് വെറുതെ അവിടെ നിൽക്കുന്ന ഒന്നല്ല. നിങ്ങൾ ഓരോ സെക്കൻഡിലും ഒരു പൈതൃകമുണ്ടാക്കുകയാണ്. നിങ്ങളുടെ ഓരോ വാക്കും, ഓരോ നോട്ടം പോലും, ഓരോ ചെറിയ പ്രവൃത്തിയും ആ വലിയ പൈതൃകത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ ഒരു എനർജി ഇത് നിങ്ങളുടെ കുടുംബത്തെയും വരുന്ന തലമുറകളെയും ഒക്കെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത്, ഒരു കുടുംബം ഒരു മരം പോലെയാണെങ്കിൽ അതിന്റെ വേര് എന്ന് പറയുന്നത് അവിടുത്തെ ദമ്പതികളാണ്. ആലോചിച്ചു നോക്കൂ, വേരുകൾക്ക് ബലമില്ലെങ്കിൽ, വഴക്കിലാണെങ്കിൽ ആ മരം എങ്ങനെ തഴച്ചു വളരും? അതിൽ നല്ല പഴങ്ങളുണ്ടാകുമോ? ഇല്ല. ഇവിടെ നോക്കൂ, ആ വ്യത്യാസം എത്ര വലുതാണെന്ന്. ആ വേരുകളിൽ, അതായത് ദമ്പതികൾക്കിടയിൽ കലഹമാണെങ്കിൽ തലമുറകളോളം അതിന്റെ കൈപ്പേറിയ ഫലം അനുഭവിക്കേണ്ടിവരും. കുടുംബം ദുർബലമാകും. നേരെ മറിച്ച് അവിടെ സ്നേഹവും ഐക്യവുമാണെങ്കിലോ, അത് വരും തലമുറയ്ക്ക് നല്ലൊരു മാതൃക കൊടുക്കുക മാത്രമല്ല, നിങ്ങളുടെ മുൻതലമുറകളിൽ നിന്ന് വന്ന പ്രശ്നങ്ങളെപ്പോലും അത് പരിഹരിക്കും. ആ പരമ്പരയെ തന്നെ അത് ഹീൽ ചെയ്യും. ഓക്കേ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും, അല്ലേ? അതിനൊരു വഴിയുണ്ട്, വളരെ സിമ്പിളായൊരു വഴി. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതിനെ നമുക്ക് പൈതൃക ധ്യാനം അല്ലെങ്കിൽ ലെഗസി മെഡിറ്റേഷൻ എന്ന് പറയാം. പേര് കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. ഒരു ദിവസം വെറും 7 മിനിറ്റ് മതി. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ശാന്തമായി ഒരിടത്തിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നും ഐക്യത്തിൽ നിന്നും ഒരു പ്രകാശം, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക്, നിങ്ങളുടെ കുട്ടികളിലേക്ക്, അയൽക്കാരിലേക്ക്, ഈ സമൂഹത്തിലേക്ക് മുഴുവൻ പടർന്നു പോകുന്നതായിട്ട് ഒന്ന് സങ്കൽപ്പിക്കുക. അവസാനം ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങളുടെ വീട്ടിലെ ഈ ചെറിയ സമാധാനം അത് ലോക സമാധാനത്തിലേക്കുള്ള നിങ്ങളുടെ വലിയൊരു സംഭാവനയാണ്. ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ? നിങ്ങൾക്ക് ഭാവിയോട് ഒരുതരം ഉത്തരവാദിത്തം തോന്നിത്തുടങ്ങും. നമ്മൾ വെറുതെ ജീവിച്ചു പോകുകയല്ല, നമ്മൾ എന്തോ വലുത് നിർമ്മിക്കുകയാണെന്നൊരു ബോധം വരും. അപ്പോൾ പിന്നെ ഈ ദിവസവും കാണുന്ന ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളുമൊക്കെ എത്ര നിസ്സാരമാണെന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. നമ്മുടെ ലക്ഷ്യം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഒരു ബന്ധത്തിന് എത്താൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉയർന്ന തലം ഏതാണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു തലത്തെയാണ് ദേവദമ്പതികൾ അല്ലെങ്കിൽ ഒരു ഡിവൈൻ കപ്പിൾ എന്ന് പറയുന്നത്. ആരാണവർ? തങ്ങളുടെ ബന്ധം സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ ലോകത്ത് നൽകുന്ന ഒരു സേവനമാണെന്ന് തിരിച്ചറിയുന്നവർ. അവർ ബോധപൂർവം നല്ലൊരു ഭാവിക്കായി പ്രവർത്തിക്കുന്നവരാണ്. അതെ, ക്രിയാത്മകം എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. നിങ്ങളുടെ സ്നേഹം കൊണ്ട്, നിങ്ങളുടെ ഐക്യം കൊണ്ട് നിങ്ങളൊരു പുതിയ മനുഷ്യരാശിയെയാണ് ശരിക്കും നിർമ്മിക്കുന്നത്. നിങ്ങൾ വെറും ആളുകളല്ല, നിങ്ങൾ ശില്പികളാണ്, ആർക്കിടെക്ട്സാണ്.
അതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഹ്യൂമൻ ഇലക്ട്രിസിറ്റി അതിനെ വലിയ അന്തസ്സോടെയും ഉത്തരവാദിത്തത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകുക. ഒന്നോർക്കുക, നിങ്ങൾ വെറും ഭാര്യയും ഭർത്താവുമല്ല, നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിലൂടെ ഈ ലോകത്തെ സേവിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഒരു നിമിഷം ആത്മാർത്ഥമായി ഒന്ന് ആലോചിക്കാമോ? നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഈ ബന്ധം, എന്ത് പൈതൃകമാണ് ഈ ലോകത്തിനു വേണ്ടി നിങ്ങൾ കെട്ടിപ്പടുക്കുക?